ബംഗ്ലാദേശിനെ ആക്രമിക്കണമെന്ന് സദ്ഗുരു ജഗ്ഗി വാസുദേവ് മോദിയോട് ആവശ്യപ്പെട്ടതായിട്ട് അറിയുന്നുണ്ട്. എന്തിനാണ് ഈ ആധ്യാത്മിക രംഗത്തുള്ളവരൊക്കെ ഇങ്ങനെയൊക്കെ പറയുന്നത്? എന്താ കുഴപ്പം? എന്താ ആ വീഡിയോ ഞാൻ കണ്ടു കേട്ടോ. ഒരുപാട് ആയിരക്കണക്കിന് ആളുകളിരിക്കുന്ന ഒരു പരിപാടി. അതിൽ ഇഷ ഫൗണ്ടേഷൻ്റെ പരമാചാര്യനായ ലോകത്തിലെ ഒരു ലോകമെമ്പാടും ആരാധകരുള്ള അതിമനോഹരമായ ഇംഗ്ലീഷിൽ സംസാരിക്കും, നല്ല സുന്ദരനുമാണ് അല്ലേ ജഗ്ഗി. സദ്ഗുരു സംസാരിക്കുന്നത് അപ്പോൾ ഒരു മാധ്യമ പ്രവർത്തനം ചോദിക്കുകയാണ്. അതായത് ബംഗ്ലാദേശ് പറഞ്ഞിരിക്കുന്നു, ഇന്ത്യയുടെ ചിക്കൻ നെക്ക് സിലിഗുരി കോറിഡോർ അങ്ങ് കട്ട് ചെയ്താൽ 7 സംസ്ഥാനങ്ങൾ ഇന്ത്യയിൽ നിന്ന് വിട്ടുപോകും, 7 സംസ്ഥാനങ്ങളെ ബംഗ്ലാദേശ് അങ്ങ് എടുക്കും എന്ന് പറഞ്ഞു. അത് കണ്ടോ? എന്താണ് സദ്ഗുരുവിന് പറയാനുള്ളത്? അപ്പോൾ സദ്ഗുരു അദ്ദേഹത്തിൻ്റെ സ്വതസിദ്ധമായ ശൈലിയിൽ പറഞ്ഞു, അതായത് ലോകം എന്ന് പറയുന്നത് വിശാലമാണ്, വസുദൈവ കുടുംബം, എല്ലാവരും സഹോദരങ്ങളാണ്, അതൊക്കെയാണ് നമ്മുടെ കാര്യങ്ങൾ. പക്ഷേ കുറച്ച് കാലമായി ബംഗ്ലാദേശ് എന്ന് പറയുന്ന രാജ്യത്ത് നമ്മളുണ്ടാക്കിയതാണ്, നമ്മൾ ഉണ്ടാക്കിയെടുത്ത് തെറ്റിപ്പോറ്റി കൊണ്ടിരിക്കുന്ന, ഇപ്പോഴും അതിന് വെള്ളം കുടിക്കണമെങ്കിൽ, കഞ്ഞി കുടിക്കണമെങ്കിൽ ഇപ്പോഴും 50,000 ടൺ അരി വേണം, അതും പാകിസ്ഥാൻ കൊടുക്കുന്നതിനേക്കാളും കുറഞ്ഞ നിരക്കിൽ തരണമെന്ന് പറഞ്ഞ് കത്തയച്ചിരിക്കുകയാണ് ഈ തെണ്ടികൾ. ഞാൻ തെണ്ടി എന്ന് പറഞ്ഞാൽ ഭിക്ഷ യാചിക്കുന്നവരെ തെണ്ടി എന്നല്ലേ വിളിക്കുന്നത്. ഭിക്ഷ യാചിക്കുന്നത് ഈ ഭിക്ഷക്കാർ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്, പാകിസ്ഥാൻ തരുന്നതിനേക്കാളും കുറഞ്ഞ വിലയ്ക്ക് 50,000 ടൺ അരി തരാമോ, വിശക്കുന്ന മോദി എന്ന് പറയുകയാണ്. കറണ്ട് അദാനി കൊടുക്കണം, നമ്മുടെ ഇന്ത്യൻ കമ്പനികൾ കൊടുക്കുന്ന അദാനി ഉൾപ്പെടെയുള്ള ഉത്തരാഖണ്ഡിലെ ഗോഡ പ്ലാന്റിൽ നിന്ന് അദാനി കൊടുക്കുന്ന കറണ്ട് കൊണ്ടാണ് ബംഗ്ലാദേശിൻ്റെ 70% വൈദ്യുത ആവശ്യം നിർവഹിക്കുന്നത്. കാശ് 8,000 കോടി രൂപ കുടിശ്ശിക അടയ്ക്കാനുമുണ്ട്. അപ്പോൾ അങ്ങനെ നിൽക്കുന്ന ബംഗ്ലാദേശ് ഇപ്പോൾ വന്നിട്ട് നമ്മളെ നേരെ ഗുണ്ടായിസം കാണിക്കുകയാണ്. ഇത് മനസ്സിൽ വെച്ചിട്ടാണ് സദ്ഗുരു പറഞ്ഞത്. അത് നമ്മൾ കാണണം. പക്ഷേ അവരിപ്പോൾ ഈ പറഞ്ഞത് ചിക്കൻ നെക്ക് എന്നൊക്കെ പറഞ്ഞത് ചിക്കൻ നെക്കിൻ്റെ കാര്യമല്ലേ പറയുന്നത്. ഒരു കാര്യം ചെയ്യും മോദി, ചിക്കനെ ഇങ്ങോട്ടെടുക്കുക എന്ന് പറഞ്ഞാൽ കഴുത്ത് പറയുന്നുള്ളൂ, അവൻ്റെ ശരീരം ഇങ്ങെടുക്കുക എന്ന് പറഞ്ഞാൽ അത് ചിക്കൻ നെക്കിൻ്റെ വീതി കൂട്ടണം. ഇപ്പോൾ 22 കിലോമീറ്ററാണ് ചിക്കൻ നെക്കിനുള്ളത്, അത് വീതി കൂട്ടി നമ്മളത് ഒരു തടിമാടൻ കോഴിയാക്കി എടുക്കുക എന്ന് പറഞ്ഞാൽ പച്ച മലയാളത്തിൽ പറഞ്ഞത് അടിച്ച് അവൻ്റെ ആപ്പീസ് പൂട്ടറ, കയറി പിടിക്കടാ ബംഗ്ലാദേശ് എന്നാണ് സദ്ഗുരു പറഞ്ഞത്. അപ്പം സദ്ഗുരു ഇങ്ങനെ പറയാമോ എന്നുള്ള ചോദ്യം. സദ്ഗുരുവിനെ സംബന്ധിച്ച് സദ്ഗുരുവിൻ്റെ ആക്ടിവിറ്റീസ് അറിയാമോ? അദ്ദേഹം ഈ അടുത്തിടയ്ക്ക് ലോകത്ത് മുഴുവൻ സേവ് ദ സോയിൽ എന്ന് പറഞ്ഞൊരു യാത്ര നടത്തി. മണ്ണ് സംരക്ഷിക്കുക, ലോകത്തെമ്പാടും മേൽമണ്ണുണ്ടായാലേ ജീവനുള്ളൂ. മണ്ണൊലിപ്പ് തടയുക, മണ്ണിനെ സംരക്ഷിക്കുക എന്ന് പറയുന്നത് പ്രധാനപ്പെട്ട ഒരു പോരാട്ടമാണ്. അതിനുവേണ്ടി ലോകം മുഴുവൻ സഞ്ചരിച്ച് ഏതാണ്ട് 10-35 രാജ്യങ്ങളിൽ പോയി എന്ന് എനിക്ക് തോന്നുന്നു, അതോ അതിൽ കൂടുതലാണോ? അങ്ങനെ ലോകാരാധ്യനായി മാറി സദ്ഗുരു. വലിയ സ്വീകരണം. ഗൾഫ് രാജ്യങ്ങൾ, അറബി രാജ്യങ്ങൾ പോലും അദ്ദേഹത്തെ വലിയ ആചാരപരമായിട്ടാണ് സ്വീകരിച്ചത്. അപ്പോൾ മണ്ണിന് വേണ്ടിയിട്ട് ശബ്ദമുയർത്തുന്ന ഒരാളാണ് ആര്? സദ്ഗുരു. ഇതും മണ്ണാണ് പ്രശ്നം. ഇന്ത്യയുടെ മണ്ണ്, പാകിസ്ഥാൻ്റെ മണ്ണ്, നമ്മുടെ 7 സംസ്ഥാനങ്ങളെ സദ്ഗുരു പറയുന്നുണ്ട്. എവിടെ വെച്ചാണ് അവൻ പറഞ്ഞിരിക്കുന്നത്? വേറൊരു രാജ്യത്ത് പോയി, ഇന്ത്യയുടെ ശത്രു രാജ്യത്ത് പോയിട്ടാണ് പറയുന്നത് ഞങ്ങൾ ഈ സിലിഗുരി കോറിഡോർ അങ്ങ് പൂട്ടിക്കളയും എന്ന് പറയുന്നത്. അപ്പോൾ മറുപടി പറയാൻ പ്രത്യേകിച്ച് മണ്ണിനും ഭൂമിക്കും വേണ്ടിയൊക്കെ ശബ്ദിക്കുന്ന, ഭാരതീയതയെക്കുറിച്ച് സംസാരിക്കുന്ന, ഇന്ത്യയെക്കുറിച്ച് സംസാരിക്കുന്ന, ഇന്ത്യ എന്ന രാജ്യത്തിൻ്റെ പൈതൃകത്തിൽ അഭിമാനം കൊള്ളുന്ന സദ്ഗുരുവിനെ പോലെ ഒരാൾക്ക് പറയാം. അപ്പോൾ ഈ ചിക്കൻ നെക്ക് എന്ന് പറയുന്ന ഈ സിലിഗുരി കോറിഡോർ 22 കിലോമീറ്ററേ ഉള്ളൂ. അത് എക്കാലത്തും ഇന്ത്യക്കൊരു തലവേദനയാണ്. കാരണം ഇനി എല്ലാവരും വരട്ടുന്നത് അങ്ങനെയാണ്. അതങ്ങോട്ട് മുറിക്കാൻ വരുന്നവൻ മുറിഞ്ഞു പോകത്തേ ഉള്ളൂ. കാരണം അതിന് മാത്രമുള്ള 3 ഗാരിസൺ പട്ടാളത്തെ നമ്മളവിടെ വിന്യസിച്ചിട്ടുണ്ട്. ബ്രഹ്മോസ് അടക്കമുള്ള മിസൈൽ സംവിധാനങ്ങളുണ്ട്. നമ്മുടെ റഫേൽ വിമാനങ്ങളുടെ ഒരു വലിയ നിര അതിന് കാവലുണ്ട്. അപ്പോൾ അത്ര എളുപ്പം ഏതാണ്ട് 10,000-60,000 പട്ടാളക്കാർ ചിക്കൻ നെക്കിന് മാത്രമായിട്ട് കാവലുണ്ട്. ഇക്കഴിഞ്ഞ ദിവസം അസം മുഖ്യമന്ത്രി ഹിമന്തയും പറഞ്ഞു ചിക്കൻ നെക്കിൻ്റെ വീതി കൂട്ടണം എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യം. വീതി കൂട്ടണമെങ്കിൽ ഈ പറഞ്ഞ വീതി കൂട്ടണം എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, ബംഗ്ലാദേശിൻ്റെ മണ്ണ് പിടിച്ചെടുക്കണം. ഈ ചിക്കൻ നെക്ക് എന്നൊക്കെ പറയുന്ന ഈ യൂനിസ് പറഞ്ഞതിന് ശേഷം ഇപ്പോൾ ബംഗ്ലാദേശിലെ ഇപ്പോഴത്തെ ഇഷ്യൂസിന് ശേഷം ചില സംഭവങ്ങൾ നടക്കുന്നുണ്ട്. അതായത് വ്യാപകമായി ഇന്ത്യയുടെ പുതിയൊരു മാപ്പ് പ്രചരിക്കുന്നുണ്ട്. അപ്പോൾ ഇന്ത്യയുടെ മാപ്പ് മുമ്പ് ഇവരൊക്കെ പ്രചരിക്കുന്ന കാശ്മീർ ഇല്ലാത്ത മാപ്പ്, ഇന്ത്യയുടെ അരുണാചൽ പ്രദേശ് ഇല്ലാത്ത മാപ്പ് ചൈന ഇറക്കും, ഇങ്ങനെ ചെയ്തുകൊണ്ട്. പക്ഷേ ഇപ്പോൾ പ്രചരിക്കുന്ന മാപ്പ് എങ്ങനെയാണെന്ന് അറിയാമോ? രംഗ്പൂർ എന്ന് പറയുന്ന ബംഗ്ലാദേശിലെ ഒരു ജില്ല, അത് ഇന്ത്യയുടെ അകത്തോട്ട് കയറി കിടക്കുക. നമുക്ക് പ്രേക്ഷകരെ അതിൻ്റെ മാപ്പ് കാണിക്കാം. അതിൻ്റെ 2 വശത്തും, അതായത് ദിനാജ്പൂർ ഇടനാഴി സിലിഗുരിയോട് ചേർന്ന് ഈ ചിക്കൻ നെക്കിൻ്റെ അടുത്താണ് ഈ ദിനാജ്പൂർ ഉള്ളത്. വടക്ക് പടിഞ്ഞാറൻ ഇടനാഴി എന്ന് പറയും. അത് ദിനാജ്പൂരിൽ നിന്ന് മേഘാലയയുടെ സൗത്ത് വെസ്റ്റ് ഗാരോ ഹിൽസ് വരെ നീടുന്ന ഒരു ഇടനാഴിയാണ്. 80 കിലോമീറ്റർ ഉണ്ട്. അത് നമ്മളൊന്ന് ബ്ലോക്ക് ചെയ്താലുണ്ടല്ലോ, ആ വഴി നമ്മളൊന്ന് ബ്ലോക്ക് ചെയ്താൽ ഈ രംഗ്പൂർ എന്ന് പറയുന്ന ബംഗ്ലാദേശിലെ ഏറ്റവും വലിയൊരു ജില്ല ഇന്ത്യക്കകത്തിരിക്കും. ഇപ്പോൾ ഇന്ത്യക്കകത്താണ് 3 വശവും ഇന്ത്യ,
നടുക്ക് ഈ പറഞ്ഞ ദിനാജ്പൂർ ഇടനാഴി. ദിനാജ്പൂർ ഇടനാഴി നമ്മളങ്ങോട്ട് അതിൽ ഇനി ബംഗ്ലാദേശി ഒന്നും പോകണ്ട, ബംഗ്ലാദേശിൻ്റെ മണ്ടിയൊന്നും പോകണ്ട, ഒരുത്തരും പോരണ്ടാവും, നമ്മൾ 2 വശം അങ്ങോട്ട് അടച്ചാൽ രംഗപൂർ എന്താവും? 4 വശവും ഇന്ത്യയായി. അപ്പോൾ അതിന് നടുക്ക് കിടക്കുന്ന സ്ഥലം നമ്മുടെ ആയിട്ട് മാറും. ഇനി അത് തീർന്നിട്ടില്ല, മറ്റൊന്നുകൂടിയുണ്ട്, ഫെനി ഇടനാഴിയുണ്ട്. ഫെനി ഇടനാഴി എന്ന് പറഞ്ഞാൽ തെക്ക് കിഴക്കൻ ഇടനാഴിയാണ്. അതായത് ചിറ്റഗോങ്, ചട്ടഗ്രാമം എന്ന് അവർ പറയും. ചിറ്റഗോങ്ങിൽ ധാക്കയും ബംഗ്ലാദേശിൻ്റെ തലസ്ഥാനമായ ധാക്കയും ചിറ്റഗോങ്ങിനെയും തമ്മിൽ കണക്ട് ചെയ്യുന്നതാണ് ഈ ഫെനി ഇടനാഴി. ത്രിപുരയോട് ചേർന്നിട്ടാണ്. 28 കിലോമീറ്ററേ ഉള്ളൂ. ഈ 28 കിലോമീറ്ററിൽ പോകുന്ന ഈ വഴി, അവർ 22 കിലോമീറ്റർ പറഞ്ഞ് 28 കിലോമീറ്ററിൻ്റെ ഈ വഴി നമ്മളങ്ങ് ബ്ലോക്ക് ചെയ്താൽ തോറ്റെന്നറിയാമോ? ചിറ്റഗോങ് തുറമുഖം, ബംഗ്ലാദേശിൻ്റെ ഏറ്റവും വലിയ തുറമുഖമായ ചിറ്റഗോങ് ത്രിപുരയുടെ ഭാഗമായിട്ട് മാറും. കാരണം ഈ ഫെനി ഇടനാഴി വഴി, ഫെനി ഒരു നദിയാണ്, ഈ നദിയുടെ കുറുകെ ഒരു പാലമുണ്ട്, മൈത്രി സേതു. ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിലുള്ള മൈത്രി നിലനിർത്താൻ വേണ്ടി ഒരു പാലം ഉണ്ടാക്കിയിട്ട് അതിലെ ചിറ്റഗോങ്ങിലേക്ക് നമ്മൾ ചരക്കുകൾ കൊണ്ടുപോയിരുന്നു. പകരം ബംഗ്ലാദേശിൻ്റെ ഉൽപ്പന്നങ്ങൾ നമ്മൾ ഇന്ത്യയിൽ കൊണ്ടുവന്നിട്ട് സൗജന്യമായിട്ട്, ഉൽപ്പന്നം എന്ന് പറഞ്ഞാൽ എന്താ, അവിടെ ആകെ ഉള്ളത് റെഡിമെയ്ഡ് വസ്ത്രനിർമ്മാണമാണ് പ്രധാനപ്പെട്ട ഉൽപ്പന്നങ്ങൾ. ഇത് മുഴുവൻ കയറ്റി അയക്കുന്നത് ഇന്ത്യൻ എയർപോർട്ടുകളിലൂടെ, ഇന്ത്യൻ തുറമുഖങ്ങൾ വഴിയാണ് നമ്മളിപ്പോൾ ബ്ലോക്ക് ചെയ്തിരിക്കുക. അതിനൊക്കെ വേണ്ടിയിട്ടാണ് ഈ മൈത്രി സേതു ഉണ്ടാക്കിയത്. ത്രിപുരയിലെ സബ്രൂം എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് ധാക്ക വരെ ത്രിപുരയിലെ സബ്രൂം എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് ധാക്ക വരെ നീളുന്നതാണ് ഈ മൈത്രി സേതു വഴിയുള്ള ഒരു കണക്ഷൻ. ഇതും നമ്മളങ്ങ് മുറിച്ച് കഴിഞ്ഞാൽ നമുക്ക് വടക്കിഴക്കൻ സംസ്ഥാനങ്ങൾക്ക് തുറമുഖമില്ല, നമ്മൾ ലാൻഡ് ലോക്ക്ഡാണ്, സൂക്ഷിച്ചോണം, കടൽ ഞങ്ങളുടെ ചിറ്റഗോങ്ങിലേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ ചിറ്റഗോങ് നമ്മളിങ്ങെടുക്കും. ഒറ്റ പണിയുള്ളൂ, 28 കിലോമീറ്റർ അങ്ങ് ബ്ലോക്ക് ചെയ്താൽ മതി. അപ്പോൾ ബംഗ്ലാദേശ് എന്ന് പറയുന്ന രാജ്യം അവിഭാജ്യമായ ഒരു വിഭജനത്തിലേക്ക് പോവുകയാണോ എന്നൊരു സംശയമുണ്ട്. കാരണം ബംഗ്ലാദേശിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെന്ന് വെച്ചാൽ നമ്മൾ വിചാരിക്കുന്ന പോലെ തന്നെ ഫെബ്രുവരി 12 തിരഞ്ഞെടുപ്പ് നടക്കുകയാണ്. തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ചില പ്രശ്നങ്ങളുണ്ടാകുന്നു. ഇപ്പോൾ അവിടുത്തെ ഈ വിഭജനവാദി നേതാവിനെ കൊലപ്പെടുത്തിയതുമായി ബന്ധപ്പെട്ടാണല്ലോ ഇപ്പോൾ ഈ കലാപം മുഴുവൻ ഉണ്ടാകുന്നത്. ഇൻകുലാബ് മഞ്ച് എന്ന പേരിൽ അവിടെ ജമാഅത്തെ ഇസ്ലാമിയുടെ ഒരു മിലിറ്ററി ഓർഗനൈസേഷൻ പോലെ പ്രവർത്തിച്ച സംഘടനയുടെ നേതാവ് ഷെരീഫ് ഉസ്മാൻ ഖാദി റിക്ഷയിൽ പോകുമ്പോൾ ബൈക്കിൽ വന്ന മുഖം മറച്ച 2 പേരെ അയാളെ വെടിവെച്ച് കൊന്നു. അതേ തുടർന്നാണല്ലോ ഇപ്പോൾ ബംഗ്ലാദേശിൽ കലാപം ഉണ്ടാകുന്നത്. അതിൻ്റെ പിന്നിൽ ഇന്ത്യയാണെന്ന് പറയുന്നു. ഇപ്പോൾ ബംഗ്ലാദേശ് ഇപ്പോൾ പറഞ്ഞിട്ടുണ്ട് ഈ 2 പേര് കൊല്ലപ്പെട്ട 2 പേരുടെ കൊന്ന 2 പേര് ഫൈസൽ കരീം മസൂദ്, ആലംഗീർ ഷെയ്ഖ് എന്ന് പറയുന്ന 2 പേരാണ് കൊലപ്പെടുത്തിയത്. ഇന്ത്യക്ക് വേണ്ടി കൊന്നതാണ്. ഇവർ മൈമൻ സിംഗ് എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് ഇവർ നേരെ അതിർത്തി കടന്ന് ഒരു ടാക്സി എടുത്ത് മേഘാലയയ്ക്ക് പോയി എന്നാണ് ഇപ്പോൾ ബംഗ്ലാദേശിൻ്റെ ആക്ഷേപം. നമ്മൾ BSFും മേഘാലയ പോലീസ് മേധാവിയും എല്ലാം ഇത് നിഷേധിച്ചു. ഇവർ പിന്നെ ബംഗ്ലാദേശ് പറയുകയാണ് അവർ അതിർത്തി എത്തിയപ്പോൾ പുർത്തി എന്ന് പറയുന്ന ഒരാളുണ്ട്. പുർത്തി എന്ന് പറയുന്ന ഒരാൾ ഈ ഗലുഹട്ട് എന്ന് പറയുന്ന പ്രദേശത്തെ അതിർത്തി കടക്കാൻ സഹായിച്ചു. അത് കഴിഞ്ഞിട്ട് സാമി എന്ന് പറയുന്ന ഒരാൾ ടാക്സിയിൽ കയറ്റി ഇയാളെ ബംഗ്ലാദേശിലെ പ്രധാനപ്പെട്ട ഒരു പടിഞ്ഞാറൻ പ്രദേശത്തെ ഒരു പ്രധാനപ്പെട്ട ടൗണായ ഗാരോ ഹിൽസിലേക്ക് കൊണ്ടുപോയി എന്ന് പറഞ്ഞ് ബംഗ്ലാദേശ് ഒരു ആക്ഷേപം വെച്ചിട്ടുണ്ട്. ഇന്ത്യ പറഞ്ഞു, നമ്മുടെ BSFും പറഞ്ഞു, നമ്മുടെ മേഘാലയ പോലീസും പറഞ്ഞു ഇങ്ങനെ ഒരാൾ വന്നിട്ടേ ഇല്ല, ഞങ്ങളുടെ കസ്റ്റഡിയിലുമില്ല, കസ്റ്റഡിയിലുണ്ട്, അവരെ വിട്ടു തരണം എന്നാണ് ബംഗ്ലാദേശ് ഇപ്പോൾ ആവശ്യപ്പെടുന്നത്. നമ്മൾ പറഞ്ഞു നമ്മുടെ കസ്റ്റഡിയിലൊന്നുമില്ല. അപ്പോൾ ഈ പറഞ്ഞ പോലെ ബംഗ്ലാദേശ് ഓരോ ദിവസവും വിഷയം വഷളാക്കിക്കൊണ്ടിരിക്കുക. അതിനിടയ്ക്ക് ഈ ഹാദിയുടെ സഹോദരൻ ഒരു വാർത്താ സമ്മേളനം നടത്തിയിരുന്നു. ശ്രദ്ധിച്ചായിരുന്നോ? ഹാദിയുടെ സഹോദരൻ വാർത്താ സമ്മേളനം നടത്തിയിട്ട് പറഞ്ഞു കൊല്ലപ്പെട്ട ആളുടെ ഈ വിപ്ലവകാരി നേതാവ്, വിപ്ലവം എന്ന് പറഞ്ഞാൽ ഇവിടെ മീഡിയ വണ്ണൊക്കെ ഇയാളുടെ മരണം ഭയങ്കരമായിട്ട് അങ്ങ് ആഘോഷിച്ചു. കാരണം എന്നറിയോ, അയാൾ പറഞ്ഞത് നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ്, ചിക്കൻ ടെക്കം മുറിക്കണം, 7 സംസ്ഥാനങ്ങളെ ഇന്ത്യയിൽ നിന്ന് വേർപെടുത്തണം എന്നാണ് ഇൻകുലാബ് മഞ്ചിൻ്റെ നേതാവ് വെടിയേറ്റ് കൊല്ലപ്പെട്ട ഷെരീഫ് ഉസ്മാൻ ഖാദി പറഞ്ഞത്. അത് പറഞ്ഞ് നാവ് വായിലിടുന്നതിന് മുമ്പ് ഇയാളുടെ തലയ്ക്കകത്ത് ഉണ്ട കയറി, അയാൾ ചത്തുപോയി. ചത്തില്ല, വെടിയേറ്റിട്ട് ഇയാളെ നേരെ ഈ ചെറുപ്പക്കാർ യൂത്തന്മാർ ജമാഅത്തെ ഇസ്ലാമികളെ പേടിച്ച് യൂനസ് നേരെ സിംഗപ്പൂരിൽ കൊണ്ടുപോയി, സിംഗപ്പൂരിൽ വെച്ചാണ് മടിയായത്. അപ്പോൾ അതിനുശേഷം ഈ പറഞ്ഞതുപോലെ ഇയാളുടെ സഹോദരൻ വന്നിട്ടൊരു പത്രസമ്മേളനം നടത്തിയിട്ട് പറഞ്ഞു ഇന്ത്യ ഒന്നുമല്ല ഇതിൻ്റെ പിന്നിൽ യൂനിസ് തന്നെയാണ്. യൂനിസിന് ഇതിൻ്റെ പേരും പറഞ്ഞിട്ട് ഇലക്ഷൻ മാറ്റിവെക്കണം. ഫെബ്രുവരി 12 വെച്ച് ഇലക്ഷൻ അട്ടിമറിക്കാൻ വേണ്ടി മുഹമ്മദ് യൂനിസുമായി ബന്ധപ്പെട്ട ആളുകളും നടത്തിയ ഒരു കൊലപാതകമാണ്. ഇന്ത്യയാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നില്ല, ആ പ്രതികളെ ഉടൻ പിടികൂടണം എന്ന് പറഞ്ഞ് ഒരു വാർത്താ സമ്മേളനം ഹാദിയുടെ സഹോദരൻ നടത്തിയിരുന്നു. അതിന് പിന്നാലെയാണ് ബംഗ്ലാദേശ് ഇപ്പോൾ വന്നിട്ട് ഈ പറഞ്ഞ ഫൈസൽ കരീം മസൂദും ആലംഗീർ ഷെയ്ഖും ആണ് ഈ കൊല നടത്തിയത്. അവരെ ഇന്ത്യ സംരക്ഷിക്കുന്നു. ഇന്ത്യയിലെ രഹസ്യാന്വേഷണ ഏജൻസിയായ റോയാണ്
ഇവരെ സംരക്ഷിക്കുന്നതെന്ന് പറഞ്ഞിട്ടുള്ള ഒരു പുതിയ വിവാദം ഇപ്പോൾ ഉണ്ടായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിനിടയ്ക്കാണ് ഈ പറഞ്ഞതുപോലെ നമ്മുടെ സദ്ഗുരു ഇപ്പോൾ വന്നിട്ട് ഈ ചിക്കൻ നെക്ക് മാറ്റിയിട്ട് ചിക്കനായിട്ട് നമ്മളിങ്ങ് എടുക്കണമെന്ന് പറയുന്നത്. അപ്പോൾ പരസ്യമായി പറയുന്ന അതിൻ്റെ വ്യാഖ്യാനം വളരെ സിമ്പിളാണ്. ബംഗ്ലാദേശിനെ ആക്രമിച്ച് നമ്മൾ സിലിഗുരി കോറിഡോർ എന്ന് പറയുന്ന ഈ ചിക്കൻ നെക്കിന് വീതി കൂട്ടുക എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത് എന്തിന് സദ്ഗുരു പറഞ്ഞു എന്ന് ചോദിച്ചാൽ ഞാൻ മനസ്സിലാക്കുന്നത് ഇതൊരു സൈക്കോളജിക്കൽ വാറാണ്. യുദ്ധം പലതരത്തിലുണ്ട്, മനസ്സുകൊണ്ടൊരാളെ ക്ഷീണിപ്പിക്കാം. അപ്പോൾ ബംഗ്ലാദേശ് ഇങ്ങനെ പ്രശ്നം ഉണ്ടാക്കുമ്പോഴത്തേക്ക് നമ്മുടെ രാജ്യത്തെ പൊതുസമൂഹം ആകെ വന്നിട്ട് സദ്ഗുരുവിനെ പോലെയുള്ള ആൾ പറയുമ്പോൾ പ്രധാനമന്ത്രി മോദിയുടെ അടുത്ത് വലിയ സ്വാധീനമുണ്ട്, ഇന്ത്യയിലെ ജനങ്ങൾക്കിടയിൽ സ്വാധീനമുണ്ട്, ലോകരാഷ്ട്രങ്ങൾ ശ്രദ്ധിക്കും. അങ്ങനെ ഇങ്ങനെയുള്ള ആളുകൾക്ക് അഭിപ്രായം പറയുമ്പോൾ വല്ലാതെ വിഷമസന്ധിയിലാവും, പ്രതിസന്ധിയിലാവും ആര്? ബംഗ്ലാദേശ്. മാത്രമല്ല നമ്മുടെ കരസേനയിൽ നിന്ന് സൈന്യത്തിൽ നിന്നൊക്കെ വിരമിച്ച പ്രധാനപ്പെട്ട ജനറൽമാരും ഒക്കെ വന്നിട്ട് ഈ ചിക്കൻ നെക്കിൻ്റെ ഇഷ്യൂ അങ്ങ് അവസാനിപ്പിക്കണം, ബംഗ്ലാദേശിൻ്റെ 2 ചിക്കൻ നെക്ക് നമ്മളങ്ങ് കട്ട് ചെയ്യണം എന്നൊക്കെ പറഞ്ഞു വരുന്നുണ്ട്. അപ്പോൾ വലിയൊരു ഓളം കുറച്ചായിട്ട് ബംഗ്ലാദേശിനെതിരെ നമ്മൾ എടുക്കേണ്ട ഒരു സൈനിക നടപടി എന്തായിരിക്കണം എന്ന തരത്തിൽ ഒരു പബ്ലിക് ഒപ്പീനിയൻ, പൊതുജന വികാരം ഉണ്ടായി വരുന്നുണ്ട്. ഇത് ഒരു സ്ട്രാറ്റജിയാണ്. ഒരുപക്ഷെ സർക്കാർ അറിഞ്ഞ് ചെയ്യുന്നതാവാം, സർക്കാർ അറിയാതെ സംഭവിക്കുന്നതുമാകാം. കാരണം ഒരു കാര്യം നടപ്പാക്കുന്നതിന് മുമ്പ് അതിനനുകൂലമായ ഒരു കാലാവസ്ഥ ഉണ്ടാക്കിയെടുക്കുക, അത്തരമൊരു സ്ട്രാറ്റജിയുടെ ഭാഗമാണോ എന്നറിയില്ല. പക്ഷേ ഇന്ത്യയെ സംബന്ധിച്ച് ഇന്ത്യയിലേക്ക് നമ്മുടെ രാജ്യത്തിൻ്റെ സുരക്ഷ ഉറപ്പാക്കാൻ വേണ്ട നടപടികൾ എടുക്കാനുള്ള അവകാശം നമുക്കുണ്ട്. നമ്മൾ ആക്രമിക്കുകയല്ല, നമ്മുടെ രാജ്യത്തിന് പ്രതിസന്ധി ഉണ്ടാകുന്ന പ്രശ്നങ്ങളെ പരിഹരിക്കുക. അതാണ് ഡോവൽ ഡോക്ട്രിൻ എന്ന് പറയുന്നത്. പണ്ടൊക്കെ നമ്മൾ ചെയ്യുന്നത്, നമ്മളെ തീവ്രവാദികൾ ആക്രമിക്കുന്നു, നമ്മൾ അവൻ്റെ അടി കൊള്ളുന്നു, നമ്മളിരുന്ന് മോങ്ങുന്നു, അത് കഴിയുമ്പോൾ കഷ്ടമല്ലേ, നമ്മൾ നാളെയും കാണണ്ടേ, ഇങ്ങനെയൊക്കെ ചെയ്യാമോ എന്ന് പറഞ്ഞ് നമ്മൾ സ്റ്റേറ്റ്മെൻ്റ് ഇറക്കും. അത് മാറിയിട്ട് ഡോവൽ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവായി വന്നതിന് ശേഷം ഡോവലിൻ്റെ ഡോക്ട്രിൻ കടമെടുത്തിട്ട് മോദി പറയുന്നുണ്ട് വീട്ടിൽ കയറി അടിക്കുമെന്ന്. അതായത് നമ്മളെ അടിക്കാനായിട്ട് ആരെങ്കിലും അവിടെ റെഡിയായി അവൻ പത്തൽ വെട്ടി ഇരിക്കുന്നുണ്ടെങ്കിൽ അവൻ പത്തൽ വെട്ടി അവിടെ നിൽക്കുമ്പോൾ അവൻ്റെ മണ്ടക്കെട്ടടിച്ച് അവനെയും അവൻ്റെ പത്തൽ ഒടിച്ച് കളയുക എന്നുള്ളതാണ് നമ്മുടെ ലൈൻ. മനസ്സിലായില്ലേ? അപ്പോൾ ആക്രമിച്ചിട്ടല്ല, ആക്രമിക്കാൻ സന്നദ്ധനാവുമ്പോൾ തന്നെ നമ്മൾ നടപടിയെടുക്കുക എന്നൊരു പോളിസിയിലേക്ക് ഭാരതം മാറിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് സദ്ഗുരു ഈ പറഞ്ഞിരിക്കുന്നത് അത്ര നിസ്സാരമായി തള്ളണ്ട. ജഗ്ഗി വാസുദേവനെ സംബന്ധിച്ച് ലോകം മുഴുവൻ ശ്രദ്ധിക്കുന്നൊരു നേതാവാണ്. അദ്ദേഹം ഇങ്ങനെ പരസ്യമായി മീഡിയയുടെ മുന്നിൽ, ക്യാമറയ്ക്ക് മുന്നിൽ ഇങ്ങനെ പറയുന്നുണ്ടെങ്കിൽ അതിലൂടെ ഒരു ക്ലിയർ മെസ്സേജ് പാസ് ചെയ്യുന്നുണ്ട്. ബംഗ്ലാദേശിനുള്ള മെസ്സേജാണ്, നരേന്ദ്രമോദിക്കുള്ള മെസ്സേജാണ്. കൃത്യമായും പറയുന്നുണ്ട് ഇന്ത്യ ഇനി ബംഗ്ലാദേശിനെ ഇങ്ങനെ വിട്ടുകൂടാ എന്ന തരത്തിലേക്ക് നമ്മുടെ രാജ്യത്തെ ഭരണാധികാരികളെ സ്വാധീനിക്കാൻ കഴിയുന്ന ആളുകൾ വരെ പരസ്യമായി അഭിപ്രായപ്പെട്ടു തുടങ്ങിയിരിക്കുന്നു. ആ വടി വെട്ടുന്നുണ്ട്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നമ്മൾ ഈ വർഷത്തിൻ്റെ അവസാന ദിവസങ്ങളിലേക്ക് എത്തുകയാണ്. ഇന്ത്യ ലൈവ് പ്രവർത്തനം ആരംഭിച്ചിട്ട് 2 മാസം പൂർത്തിയാവുകയും കൂടിയാണ്. എനിക്ക് നിങ്ങളുടെ സഹായം തുടർന്നും ആവശ്യമുണ്ട്. വലിയ സഹായമാണ്, വലിയ പിന്തുണയാണ് നമ്മുടെ പ്രേക്ഷകർ നൽകിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ അതിൻ്റെ അളവൊന്ന് കൂട്ടുക എന്ന് പറഞ്ഞാൽ കൂടുതൽ ആളുകൾ നമ്മുടെ ചാനൽ കാണണം, കൂടുതൽ സബ്സ്ക്രിപ്ഷൻ വരണം. ഒന്നും ചെയ്യേണ്ട, നമ്മുടെ ചാനൽ കാണുമ്പോൾ അതിൽ IND എന്ന് പറയുന്ന ഇന്ത്യ ലൈവിൻ്റെ ലോഗോ ഇടതുവശത്ത് കാണാം. നിങ്ങൾ അതിലൊന്ന് വിരലമർത്തിയാൽ ചാനൽ ഓപ്പണായി വരും. സബ്സ്ക്രൈബ് എന്നുള്ള ഒരു ബാർ കാണും, അവിടെ ഒന്ന് വിരലമർത്തുക. പിന്നെ തൊട്ടുപുറത്ത് ഒരു ബെൽ ഐക്കണുണ്ട്, അതും കൂടി ഒന്ന് അമർത്തി ഇന്ത്യ ലൈവിനെ അതിൻ്റെ മുന്നോട്ടുള്ള യാത്രയിൽ സഹായിക്കണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. മറക്കരുത്, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ബെൽ ബട്ടണും അമർത്തണം.